السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വൻപാപങ്ങളെക്കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അൽ കബായിർ, വൻപാപങ്ങൾ എന്നാൽ അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. വ ഖത്ലുൻ നഫ്സ്, അന്യായമായി ഒരു ശരീരത്തെ കൊന്നുകളയലാണ്. വൽ യമീനുൽ ഗമൂസ്, കള്ളസത്യം പറയലുമാണ്. ഈ ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഗുരുതരമായ പാപങ്ങളെക്കുറിച്ചാണ് നമുക്കറിയിച്ചു നൽകുന്നത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ, അല്ലാഹുവിൽ പങ്കുചേർക്കലെന്ന ശിർക്ക് ഗുരുതരമായ അപകടത്തോടൊപ്പമാണ് മറ്റു ചില പാപങ്ങൾ കൂടി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അവർക്ക് നന്മ ചെയ്യാതിരിക്കൽ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ലുൻ നഫ്സ് പറഞ്ഞു, കൊലപാതകം, അതുപോലെ കള്ളസത്യം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ശ്രദ്ധിച്ചു, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശരീരത്തിന്, ഒരു ജീവന്, അത് മനുഷ്യൻ്റെതാവട്ടെ ജീവജാലങ്ങളുടെ, ജന്തുക്കളുടേതാവട്ടെ, വലിയ വില നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, കൊലപാതകം വലിയ പാപമാണ്. അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ ഒരിക്കലും അതിലേർപ്പെടുകയില്ല എന്നുവരെ നമ്മെ പഠിപ്പിച്ചു. കൊലപാതകം അതിന് പല ഇനങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. രക്തത്തിൻ്റെ, ജീവൻ്റെ വില മനസ്സിലാക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അതിലടങ്ങിയ ചില ഇനങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ
അല്ലാഹു റബ്ബുൽ ആലമീൻ വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞു. ന്യായപ്രകാരമല്ലാതെ ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും നിങ്ങൾ കൊന്നുകളയരുത് എന്ന് പറഞ്ഞു. അതിലൊന്നാമതായി ആളുകളെ പരസ്പരം കൊല ചെയ്യലാണ്. അതിൻ്റെ ഗുരുതരമായ ഒരവസ്ഥയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ശ്രദ്ധിച്ചത്. ഇന്ന് സഹോദരങ്ങളെ, കൊലപാതകം എന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഹർജ് അത് വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിനെ വിശദീകരിച്ചു. അൽ ഖത്ൽ, കൊലപാതകമാണത്. അവസാന കാലത്ത് അത് വർദ്ധിക്കും. നമ്മൾ എത്രയാണ് കേൾക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കേട്ടു, ആളുകൾ ജീവന്, മനുഷ്യ ശരീരത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. മൃഗങ്ങളെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് മനുഷ്യനെ കൊന്നുകളയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കൈകളിൽ ഒരു കാരണവശാലും നമ്മുടെ മരണം വരെ, നമ്മുടെ ഈ ജീവൻ അവസാനിക്കുന്നത് വരെ ഒരു രക്തം, അന്യായമായ ഒരു രക്തം അത് പുരളാതിരിക്കാൻ ഞാനും നിങ്ങളും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ പക, ദേഷ്യം, വിദ്വേഷം, അതുപോലെ വാക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ തന്നെ ഹനിച്ചു കളയുക എന്നത് ഇന്ന് നിസാരമായിരിക്കുന്നു. നമ്മൾ നേരത്തെ കേട്ട ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ വൻപാപങ്ങളായിട്ടാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. വൻപാപങ്ങളിൽപ്പെട്ട ഗുരുതരമായ പാപങ്ങളുടെ കൂട്ടത്തിലാണ് ആ കാര്യം എണ്ണിയിട്ടുള്ളത്. ഈ ലോകത്തും പരലോകത്തും അങ്ങേയറ്റം നഷ്ടം മാത്രമേ അതുകൊണ്ട് അതിൻ്റെ ആളുകൾക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ ഇനം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടതുപോലെ ഒരാൾ മറ്റൊരാളെ കൊന്നുകളയലാണ്. അതെന്തിൻ്റെ പേരിലായാലും ശരി, അത് ഗുരുതരമായ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഇനമെന്നത് ഒരാൾ അയാളുടെ സ്വന്തത്തെ കൊന്നുകളയുക അഥവാ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് സഹോദരങ്ങളെ, എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ ജീവനൊടുക്കുകയാണ്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ ജീവനൊടുക്കുകയാണ്. ഒരാൾ ഇഷ്ടപ്പെട്ട വരനെ കിട്ടിയില്ലെങ്കിൽ, താൻ ഉദ്ദേശിച്ച രൂപത്തിൽ വിവാഹം നടന്നില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ്. എത്ര വാർത്തകൾ നമ്മൾ കേട്ടു. നമ്മുടെ ഈ സമുദായത്തിൽ മുസ്ലിം നാമധാരികൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബാലപാഠം പഠിച്ച ആളുകൾ ഇന്നും നമ്മൾ കേൾക്കുന്നു. ഇത് സഹോദരങ്ങളെ, ഇഹലോകത്തും പരലോകത്തും വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുകയും എന്നിട്ട് സ്വന്തത്തെ കൊന്നുകളയുകയും അഥവാ ആത്മഹത്യ ചെയ്യുകയും ചെയ്താൽ, പർവ്വതമെന്നാൽ ഉയരമുള്ള ഏത് സ്ഥലവും ആ പരിധിയിൽ വരും. അത് കെട്ടിടത്തിൻ്റെ മുകളിലാവട്ടെ, അങ്ങനെ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് ചാടി തൻ്റെ ജീവൻ നശിപ്പിച്ചു കളഞ്ഞാൽ പരലോകത്ത് നരകത്തിൽ അതുപോലെ അവൻ ശാശ്വതനായിക്കൊണ്ട് സുദീർഘമായി ഒരുപാട് കാലം അതേപോലെ അവൻ എടുത്തു ചാടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ തഹസ്സാ സുമ്മൻ ഫഖതല നഫ്സഹു. ആരെങ്കിലും വിഷം കഴിച്ചു എന്നിട്ട് ആത്മഹത്യ ചെയ്തു, സ്വന്തത്തെ കൊന്നുകളഞ്ഞു, ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അവൻ്റെ കൈകളിൽ നരകത്തിൽ ആ വിഷം നൽകപ്പെടും. എന്നിട്ടത് ഒരുപാട് കാലം ശാശ്വതനായി അവൻ ആ വിഷമങ്ങനെ കഴിച്ചവൻ്റെ നഫ്സിനെ, അവൻ്റെ ശരീരത്തെ നരകത്തിൽ വെച്ച് കൊന്നുകൊണ്ടേയിരിക്കും. അവിടുന്ന് അതാ വീണ്ടും പറയുന്നു,
വമൻ ഖതല നഫ്സഹു ബിഹദീദ, ആരെങ്കിലും വല്ല ആയുധം കൊണ്ട് തന്റെ നഫ്സിനെ കൊന്നുകളഞ്ഞാൽ അഥവാ ആത്മഹത്യ ചെയ്താൽ ഫഹദീദതുഹു ഫീ യദിഹി യജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, നരകത്തിൽ അതുപോലെ അവന്റെ കൈകളിൽ ആയുധമുണ്ടാകും. ഇരുമ്പിന്റെ ആ ആയുധം അതവന്റെ വയറ്റിൽ ഇങ്ങനെ കുത്തുന്നവനായിക്കൊണ്ട് നരകത്തിൽ അവൻ കഴിച്ചുകൂട്ടും ശാശ്വതനായി സുദീർഘമായ കാലഘട്ടം. സഹോദരങ്ങളെ നോക്കൂ, ഈ പറഞ്ഞ രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ കാണുക അവനവന്റെ സ്വന്തത്തെ കൊന്നുകളയുന്നത്. ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഇഹലോകത്തെ ഏത് പരീക്ഷണങ്ങൾ അവനെ പിടികൂടിയാലും അവന് ബാധിച്ചാലും അള്ളാഹു നൽകിയ ഈ ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നോക്കൂ, നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അഥവാ അവൻ എന്നെന്നും ശാശ്വതനായി നിത്യവാസിയായിരിക്കും. ഒരുവൻ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അവൻ ഒരു കാലത്തും നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. എന്നാൽ ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടെങ്കിൽ സുദീർഘമായി ഒരുപാട് കാലഘട്ടം നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമെന്നാണ് ആ ഹദീസിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. സഹോദരങ്ങളെ, വളരെ ഗുരുതരമാണ് അപകടം. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും മനസ്സിലാക്കുക, ദുനിയാവിലെ നഷ്ടമെന്നത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താനുള്ള കാരണമായി തീരരുത്. പരീക്ഷയും ഭൗതികമായ നേട്ടവും പ്രിയമുള്ളവരെ അത് മാറി മാറി വരും. ഇന്ന് തോൽവിയാണെങ്കിൽ നാളെ വിജയമായിരിക്കാം, ഇന്ന് പരാജയമാണെങ്കിൽ നാളെ വിജയമായിരിക്കാം, ഇന്ന് നഷ്ടമാണെങ്കിൽ നാളെ ലാഭമായിരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മാറ്റി മാറ്റി കൊണ്ടുവരും. അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിൻ്റെ നഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിക്ക് ഒരുപാട് ആശ്വാസത്തിന്റെ വാക്കുകൾ അറിയിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അതാ പറയുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഞെരുക്കമാണോ, പ്രയാസമാണോ, മുസീബത്ത് പിടികൂടിയോ, അല്ലാഹു അതാ വാഗ്ദാനം ചെയ്യുന്നു, യുസ്റുണ്ട്, എളുപ്പമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ. നമ്മുടെ പരീക്ഷയുടെ മാർക്കുകൾ, നമ്മുടെ പരലോകത്തിൻ്റെ ജീവിതം, ശാശ്വത ഭവനം, സ്വർഗം അത് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു സമുദായമായി, സമൂഹമായി നമ്മൾ മാറരുത്. ഇന്ന് തോൽവിയാണെങ്കിൽ നാളെ വിജയം കാത്തിരിക്കുന്നുണ്ടാകും. അത് ഏറ്റെടുക്കാൻ, അത് ഏറ്റുവാങ്ങാൻ ഇല്ലാതെ ദുനിയാവിൽ ജീവിതം അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? മാത്രമല്ല, പരലോകത്ത് വലിയ അപകടമാണ്, വലിയ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കുക. അതാ സഹാബികൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് രോഗം വന്നാൽ, രോഗം മാറുന്നില്ല എന്ന് കണ്ടാൽ, വല്ലാത്ത പ്രയാസമുണ്ടായാൽ ജീവനൊടുക്കുന്നതിലേക്ക്, ആത്മഹത്യയിലേക്ക് തിരിയുന്ന ആളുകളുണ്ട്. ഇതാ ഈ ചരിത്രം ഒന്ന് കേട്ടു നോക്കൂ. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതാ ഒരു രോഗം വരുന്നു, വലിയ പ്രയാസമുണ്ടായി. അദ്ദേഹത്തിന്റെ വയറ്റിൽ 7 തവണ അദ്ദേഹം ചൂടുകൊണ്ടുള്ള ചികിത്സ ചെയ്തു എന്നാണ്. വേദന ക്ഷമിക്കുവാൻ, വേദന മാറിക്കിട്ടുവാൻ ഒരുപാട് പ്രയത്നിച്ചു, പക്ഷേ മാറിയില്ല. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന ഒരാളോട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത, നിങ്ങളിൽ ഒരാളും മരണം ആഗ്രഹിച്ചു പോകരുത് എന്ന്
പറയുന്നതായി ഞാൻ കേട്ടില്ല എങ്കിൽ ലതമന്നൈതുഹു, ഞാൻ മരണം കൊതിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളും മരണം കൊതിക്കരുത്, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, മരണം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദന കടിച്ചു കുടിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് എന്തിൻ്റെയൊക്കെ പേരിലാണ് ആളുകൾ മരിക്കുന്നത്? എന്തിൻ്റെയൊക്കെ പേരിലാണ്? ചെറിയ ചെറിയ കാര്യമാണ്, നിസാരമായ കാര്യം. ഒരു വധുവിനെ കിട്ടിയില്ലെങ്കിൽ സഹോദര, ദുനിയാവിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഒരു വരനെ കിട്ടിയില്ല എങ്കിൽ സഹോദരി, ഒരുപാട് പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്. എന്തിന് ജീവൻ ഒടുക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്താണ് നിശ്ചയിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വന്തത്തെ കൊന്നുകളയുക എന്നത് കൊലപാതകത്തിൽപ്പെട്ടതാണ്, നിസാരമായ കാര്യമല്ല. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇന്ന് ചില തീവ്രവാദി സംഘടനകൾ ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ അതിൻ്റെ കാറ്റുതട്ടിയ ആളുകൾ ചെയ്യുന്നത് പോലെ നിരപരാധികളായ ആളുകൾക്കിടയിൽ ചെന്ന് പൊട്ടിത്തെറിക്കുക എന്നത് സ്വന്തത്തെ കൊന്നുകളയലാണ്. അത് ആത്മഹത്യയുടെ കൊലപാതകത്തിൻ്റെ പരിധിയിലാണ് വരിക. അവനവനെ സ്വന്തം കൊന്നുകളയുന്നു, അതോടൊപ്പം നിരപരാധികളായ ഒരുപാട് മനുഷ്യന്മാരെയും അതോടൊപ്പം കൊന്നുകളയുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുക, ചാവേറാക്രമണങ്ങൾ നടത്തുക എന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ ഗുരുതരമായി ഈ പറഞ്ഞ രൂപത്തിൽ വൻപാപമായി, കൊലപാതകമായി, ആത്മഹത്യയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില വിവരദോഷികൾ, വിവരമില്ലാത്ത ആളുകൾ കേവലം ആവേശത്തിൻ്റെ പുറത്ത് ഇസ്ലാമിലെ വലിയ എന്തോ സൽക്കർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അവൻ്റെ ആ മരണമെന്നത് വളരെ നികൃഷ്ടമായ മരണമാണ്. അവനാ കൊല ചെയ്തത് എന്നത് ഗുരുതരമായ കൊലപാതകമാണ്. ഒരാളെയല്ല, നിരപരാധികളായ ഒരുപാട് ആളുകളെ അവൻ്റെ സ്വന്തത്തെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് മനുഷ്യരെ കൊന്നുകളഞ്ഞു എന്ന ഗുരുതരമായ പാപങ്ങളും പേറിയിട്ടാണ് പരലോകത്തേക്ക് അവൻ കടന്നു വരിക എന്നത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നും അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിച്ച കാര്യമല്ല. കഴിഞ്ഞ ഖുതുബയിൽ വിശാലമായി നമ്മൾ കേട്ടിരുന്നു. നാലാമത്തെ കാര്യം എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വാഹനം ഓടിക്കുന്നവരാണ്, നമ്മൾ ഓരോരുത്തരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, കൊലപാതകത്തിൻ്റെ, ആത്മഹത്യയുടെ ഇനത്തിൽപ്പെട്ടതാണ് വാഹനം ഓടിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചുകൊണ്ട് അമിതമായ വേഗത്തിൽ ചെന്ന് ഒന്നല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തത്തെ കൊന്നുകളയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നുകളയുക എന്നത് ഈ പരിധിയിൽ പെടുന്നതാണ്. സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളും നിസാരമായി എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അമിതമായ വേഗതയിൽ വാഹനം ഓടിക്കും, ആവേശപ്പുറത്ത്, അതല്ലെങ്കിൽ അതുപോലെയുള്ള അങ്ങനെയുള്ള എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ ആളുകളുടെ മേൽ കടന്നുകയറ്റം നടത്തുന്ന എത്ര ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ വീടുകളിൽ നിന്ന് ആവശ്യത്തിന് ഇറങ്ങിയതുപോലെ തന്നെ പല ആവശ്യങ്ങളുമായി കുടുംബങ്ങളിലേക്ക് തിരിച്ചു മടങ്ങാൻ ആഗ്രഹിച്ചു പോയവരാണ് പലരും. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് അവരുടെ ജീവൻ ഹനിച്ചു കളയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. പ്രത്യേകിച്ച് വലിയ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഗുരുതരമായി ഇതുപോലെയുള്ള നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വലിയ പ്രായശ്ചിത്തം തന്നെ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അതല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം തുടങ്ങി വലിയ ഗുരുതരമായ പ്രായശ്ചിത്തമാണ് സഹോദരങ്ങളെ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചെറിയ കാര്യമല്ല. അമിത വേഗതയിൽ വാഹനം ഓടിക്കുക എന്നത്, പ്രത്യേകിച്ച് യുവാക്കളോട് പറയട്ടെ, ഗുരുതരമായ അപകടമാണ്. ആ ആക്സിഡന്റിൽ, അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ ആത്മഹത്യയുടെ ശിക്ഷയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഫത്വ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റുള്ളവരെ ഇടിച്ചു കൊലപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ പാപഭാരവും ഏറ്റ് നാളെ പരലോകത്ത് കടന്നു വരേണ്ടി വരും. അതുകൊണ്ട് ഗുരുതരമാണ് കാര്യം. റോഡുകൾ എന്നത്
എല്ലാവർക്കും സമാധാനത്തിൽ യാത്ര ചെയ്യാനുള്ളതാണ്. നമ്മുടെ തോന്നിയവാസങ്ങൾ റോഡുകളിൽ കാണിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ മര്യാദയുള്ളവരായിരിക്കണം. മാന്യമായി വാഹനം ഓടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റോഡെന്നത് സഹോദരങ്ങളെ പരസ്പരം സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൽപ്പം വിട്ടുവീഴ്ചകൾ ചെയ്തും ഓടിക്കേണ്ട, അതല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ അശ്രദ്ധ വലിയ നഷ്ടങ്ങളിലേക്ക്, തീരാ ദുഃഖത്തിലേക്ക് നമ്മെ നയിക്കും. പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു സ്ഥലത്ത് വാഹനം നിർത്തി അവനവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് തുടർന്നു പോവുക. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും വൈകിയാലും പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എത്തേണ്ടടുത്ത് നമുക്ക് എത്താനുള്ളതാണ്. അതുപോലെ ഒരുപാട് ആവശ്യങ്ങളുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അക്കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ കാര്യം 4-മതായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, 5-മതായി നമ്മൾ മനസ്സിലാക്കുക, കൊലപാതകത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് മയക്കുമരുന്നുകൾ, അതുപോലെയുള്ള ലഹരികൾ ഉപയോഗിച്ച് അതിൻ്റെ ആഘാതത്തിൽ ഒരാൾ മരണപ്പെടുക എന്നുള്ളത്. അത് രോഗം ബാധിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ മരിച്ചാലും ശരി, പൊടുന്നന ലഹരിയുടെ ഉപയോഗത്താൽ മരിച്ചാലും ശരി, ആത്മഹത്യയുടെ കൊലപാതകത്തിൻ്റെ പരിധിയിലാണത് വരിക. എത്ര യുവാക്കളുണ്ട് ലഹരിയുടെ ഉപയോഗം അധികമായി അങ്ങനെ നിത്യരോഗികളായി മരിച്ചു പോകുന്നവരുണ്ട്. അതുപോലെ ലഹരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡോസ് കൂടിയിട്ട് മരിക്കുന്നവരുണ്ട്. എത്ര വാർത്തകൾ പ്രിയമുള്ളവരെ നമ്മൾ കേൾക്കുന്നു. അല്ലാഹുവിൻ്റെ ദീനിൽ ഇതിനെല്ലാം കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. ഒരു മുസ്ലിം ഈ പറഞ്ഞ രൂപത്തിലുള്ള യാതൊരു കറകളും അവൻ്റെ കൈകളിൽ പുരളാൻ പാടുള്ളതല്ല. അല്ലാഹുവിൻ്റെ ദീൻ എന്നത് മാനവരാശിക്ക് നന്മ മാത്രമേ നൽകിയിട്ടുള്ളൂ. നോക്കൂ, ഇതുപോലെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ദീനായി, ദീനിലെ നിയമമായി പഠിപ്പിക്കാൻ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ദീൻ വിട്ടുപോയിട്ടില്ല. അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല. ഈ സമുദായത്തിലെ ഉലമാക്കൾ, പണ്ഡിതന്മാർ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി അവൻ്റെ ദീനിൽ വിശാലതയുള്ളവനായിരിക്കും. അവൻ്റെ കൈകളിൽ അന്യായമായി രക്തം പുരളാത്ത കാലത്തോളം, അത് സ്വന്തത്തെ കൊന്നുകളയലായാലും ശരി, ഇതുപോലെയുള്ള മറ്റുള്ളവരെ കൊന്നുകളയലായാലും ശരി, പ്രിയമുള്ളവരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഒരാവേശത്തിൻ്റെ പുറത്ത്, ഒരു അശ്രദ്ധയുടെ പുറത്ത്, ഒരു പകയുടെ, ഒരു വിദ്വേഷത്തിൻ്റെ പുറത്ത് ജീവൻ ഹനിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കൊരാൾക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, പരലോകത്ത് അവ്വലു മാ യുഖ്ളാ ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, പരലോകത്ത് ആദ്യമായി രക്തത്തിൻ്റെ കാര്യത്തിലാണ് തീർപ്പ് കൽപ്പിക്കപ്പെടുക. ആദ്യം അള്ളാഹു ചോദ്യം ചെയ്യുക രക്തത്തിൻ്റെ കാര്യമായിരിക്കും. കൊന്നവനും കൊല്ലപ്പെട്ടവനുമെല്ലാം പരലോകത്ത് വരുന്നതാണ്. ഇഹലോകത്ത് കൊന്നുകളഞ്ഞു എന്നിട്ട് എന്തെങ്കിലും കാരണത്തിൽ രക്ഷപ്പെട്ടാലും ശരി, പ്രിയമുള്ളവരെ, മരിച്ചവൻ നാളെ പരലോകത്ത് വരും. ഏത് രൂപത്തിൽ ഇവിടെ തീർപ്പ് കൽപ്പിച്ചാലും ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മരിച്ചവനുമായുള്ള ബാധ്യത അവസാനിക്കുന്നില്ല. അവൻ നാളെ കൊന്നവനെ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും എന്ന ഹദീസ് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൊലപാതകം, രക്തം ചിന്തൽ എന്നത് ഗുരുതരമായ പാപമായി നമ്മൾ കാണുക. ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ അതെങ്ങാനും താഴേക്ക് പതിച്ചാൽ എൻ്റെ ജീവൻ അപകടത്തിലായി പോകുമോ എന്നതുപോലെ പാപങ്ങളെ ഭയക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പാപം, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട പാപം എന്നത് വളരെ ഗുരുതരമാണ്. അത് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവേ പുറത്തു തരണേ എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചു യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ, അതിലായി മരിക്കാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده
والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ പടച്ച അന്ന് മുതൽ 12 മാസങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. ദാലിക ദീനുൽ ഖയ്യിം. അതാകുന്നു നേരായ വക്രതയില്ലാത്ത ദീൻ. അതുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. അഥവാ നമ്മൾ ഓരോരുത്തരും ദുൽഖഅദ മാസത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ 4 മാസങ്ങളിൽ ഒന്നാണ് ദുൽഖഅദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മുതവാലിയാത്ത്. 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, വറജബ്, മുളർ. അതുപോലെ മുളർ ഗോത്രക്കാർ ആദരിക്കുന്ന റജബ് മാസവും. ഈ 4 മാസങ്ങൾക്കും അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, പൊതുവെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട മാസങ്ങളാണിത്. അതുകൊണ്ടാണ് അള്ളാഹു ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും എന്ന് പറഞ്ഞത്. ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു, 12 മാസങ്ങളും ബാധകമാണ്. സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്, തിന്മകളിൽ ഏർപ്പെടരുത്. എന്നാൽ 4 മാസം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹു പവിത്രത നൽകിയതിനെ, ആദരിച്ചതിനെ ആദരിക്കുക എന്നത് അള്ളാഹു അറിയിച്ചതുപോലെ അത് ഹൃദയത്തിൻ്റെ തഖ്വയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ കാലത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് തിന്മകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. പ്രത്യേകിച്ച് അള്ളാഹു പവിത്രത നൽകിയ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മാസങ്ങളാണ് ഇനി നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ കേട്ടതുപോലെയുള്ള വലിയ ഗുരുതരമായ പാപങ്ങളാവട്ടെ, ചെറിയ പാപങ്ങളാവട്ടെ, ഏത് തിന്മകളും നമ്മൾ കരുതിയിരിക്കണം. കാരണം തിന്മകൾ എന്നത് നമ്മുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കും. തിന്മകൾ എന്നത് അതിൻ്റെ അനന്തരഫലം നമ്മെ ഒരിക്കലും വിട്ടുപോവുകയില്ല. തിന്മകൾക്ക് അനന്തരഫലങ്ങളുണ്ട്. ആ അനന്തരഫലം ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മെ പിടികൂടുക. അതുകൊണ്ട് കൂടുതൽ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, മഹാന്മാർ, ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഐഹിക ജീവിതം, ദുനിയാവിലെ ഈ ജീവിതത്തിൽ ഒരൽപ്പം ഒന്ന് കണ്ണടച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, ക്ഷമ കൈക്കൊണ്ടാൽ, കണ്ണു തുറക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് അള്ളാഹുവിൻ്റെ നബിമാരെയും സിദ്ദീഖുമാരെയും ശുഹദാക്കളെയും നല്ല നല്ല ആളുകളെയും സാലിഹീങ്ങളെയുമാണ്. അതുകൊണ്ട് ഈ സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ പാതയിൽ അടിയുറച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു ഇതുപോലെയുള്ള പവിത്ര സമയങ്ങൾ, മാസങ്ങൾ നമുക്ക് നിശ്ചയിച്ച് നൽകുന്നത്, പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആ മാസത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതം നന്നാക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. അതിലൂടെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും നമ്മുടെ ജീവിതം നന്നാക്കാനും പരലോകത്ത് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണത്. റമദാൻ മാസം കഴിഞ്ഞു, വീണ്ടും അള്ളാഹു നമുക്ക് പവിത്ര മാസങ്ങൾ നൽകുകയാണ്. ഒരു മുഅ്മിനിന് കിട്ടുന്ന സുവർണാവസരമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് മുഅ്മിനായി തഖ്വ പാലിച്ച് ജീവിക്കുന്നവനായി
ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫാ നൽകുമാറാവട്ടെ. സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.